ഇനി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമേരിക്ക ഇറാനും തമ്മിൽ വളരെ വലിയൊരു യുദ്ധം നടക്കുകയാണ്. അമേരിക്ക ഇറാന്റെ സൈനിക താവളങ്ങളൊക്കെ ആക്രമിക്കുന്നു, ഇറാൻ തിരിച്ച് അമേരിക്കയുടെ താവളങ്ങൾ ആക്രമിക്കുന്നു. അങ്ങനെ വലിയൊരു പ്രശ്നം നടക്കുകയാണ്. എന്താണ് ഇവരുടെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ വൈരാഗ്യത്തിന്, അല്ലെങ്കിൽ ഇവർക്ക് ഈ അമേരിക്കക്ക് ഇറാനോടും ഇറാൻ അമേരിക്കയോടും ഇത്രമാത്രം ശത്രുത എന്തുകൊണ്ടാണ് എന്ന് ഒന്ന് നോക്കാം. അമേരിക്കക്ക് ഇറാനോട് ഈ ഒരു പ്രധാന വിരോധത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1979 ഇസ്ലാമിക് വിപ്ലവം നടക്കുകയാണ്. അന്ന് അമേരിക്കയുടെ സഖ്യകക്ഷിയായിരുന്ന ഷാ ഭരണകൂടം ഭരണത്തിൽ നിന്നും മാറുന്നു. അതേസമയം വിരുദ്ധ ഭരണാധികാരികൾ അധികാരത്തിലെത്തുകയും ചെയ്യുന്നു. അങ്ങനെ വന്നപ്പോൾ വളരെ വലിയൊരു പ്രക്ഷോഭം നടക്കുകയായിരുന്നു. അപ്പം അമേരിക്കൻ എംബസിയെ ബന്ദിയാക്കുകയും 52 അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ 444 ദിവസം ബന്ദികളാക്കി വെക്കുകയും ചെയ്തു ഇറാൻ. അതോടുകൂടി അമേരിക്കയ്ക്ക് ഇറാനോടുള്ള വിരോധം കൂടി വരികയായിരുന്നു. അത് ഒന്നാമത്തെ മെയിൻ റീസൺ ആയിരുന്നു. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ടെന്ന് അമേരിക്കയ്ക്ക് അറിയാം. ഈ ആണവായുധം ഇറാൻ അത് പ്രയോഗിക്കില്ല, അല്ലെങ്കിൽ അത് നിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും അമേരിക്കയ്ക്ക് വ്യക്തമായിട്ടറിയാം ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ട്. അത്രയ്ക്ക് വലിയ ഒരു സൈനിക ശക്തിയും ബലവും ഇറാനുണ്ട്. IRGC പോലത്തെ വളരെ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു സൈനിക ശക്തി ഇറാൻ ഉണ്ടെന്നും അമേരിക്കയ്ക്ക് അറിയാം. അത് അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയായിട്ട്, അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണിയായിട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം അമേരിക്കയ്ക്ക് ഇറാനോടുള്ള വൈരാഗ്യം കൂടും. മൂന്നാമത്തെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേൽ ഇറാൻ യുദ്ധം. ഈ ഇസ്രയേൽ ഇറാൻ യുദ്ധം വരുമ്പോൾ ശരിക്കും ഇസ്രയേലിനും ഇറാനോട് വൈരാഗ്യമുണ്ട്. അമേരിക്കയ്ക്ക് ഇസ്രയേൽ സഖ്യ കക്ഷിയാണ് താനും. അങ്ങനെ വരുമ്പം അമേരിക്കയ്ക്ക് ഇറാനോടുള്ള വൈരാഗ്യവും അവിടെ കൂടുകയാണ്. അപ്പം അമേരിക്ക ഇസ്രയേലിന് ആയുധം കൊടുക്കുന്നു ഇറാനെ എതിർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോൾ അവിടെയും ഇറാനോടുള്ള ഒരു വിരോധം കൂടുന്നു. നാലാമത്തെ കാരണം ഐക്യരാഷ്ട്രസഭയിലും അന്താരാഷ്ട്ര വേദികളിലുമൊക്കെ ഇറാനെതിരായിട്ടുള്ള സമ്മർദ്ദം അമേരിക്ക മുറുക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതും ഇറാന് ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അടുത്തതാണ് ഹോർമുസ് വിഷയം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഹോർമുസ് വിഷയവും വളരെ വലിയൊരു സ്വാധീനം ഇറാന് ഉണ്ടെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലാകുകയാണ്. ലോകത്തിൻ്റെ മുഴുവൻ കൺട്രോൾ ഇറാനിലേക്ക് എത്തും എന്ന് അമേരിക്കയ്ക്ക് ഒരു പേടി വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ ലോകശക്തികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അമേരിക്കയാണ്, സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും വലുത് അമേരിക്കയാണ്, ആയുധശേഖരം അമേരിക്കയാണ് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം ഈ ഒരു ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്ന 40 കിലോമീറ്റർ വീതിയുള്ള വളരെ ചെറിയ കടലിടുക്ക് ഇറാന്റെ സ്വാധീനം അവിടെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇറാന്റെ മേൽക്കോയ്മ ബാക്കിയുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. അതായത് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഇറാന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം മാറുന്നു എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായപ്പോഴാണ് അമേരിക്കയ്ക്ക് ഇറാനോടുള്ള വൈരാഗ്യം കൂടുന്നത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇറാനോട് ശത്രുതയുണ്ടായിരുന്നു. ഇനി ഈ ശത്രുതയ്ക്ക് ഇപ്പം അമേരിക്ക ഇറാന്റെ സൈനിക താവളങ്ങൾ ആക്രമിക്കുന്നു. പക്ഷേ ഇറാന് തിരിച്ച് അമേരിക്കയെ നേരിട്ടല്ല ആക്രമിക്കുന്നത്. അമേരിക്കയുടെ താവളങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ താവളങ്ങളെയാണ് ഇറാൻ ആക്രമിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള താവളമാണ് അമേരിക്കയുടെ 5ാം നാവിക സേനയുടെ ആസ്ഥാനം എന്ന് പറയപ്പെടുന്ന ബഹ്റിൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമേരിക്കയുടെ നാവിക സേനയുടെ ആസ്ഥാനമാണ് ഈ ബഹ്റിൻ. അവിടേക്ക് ഇറാൻ മിസൈൽ അയക്കുന്നു. അതേപോലെ അവിടുന്ന് ആയുധങ്ങൾ അവിടേക്ക് ഡ്രോൺ വെക്കുന്നു. അങ്ങനത്തെ ഒരുപാട് മത്സരമുറകൾ ഇറാൻ ചെയ്യുന്നുണ്ട്. അടുത്തത് ഖത്തറാണ്. അൽ ഉദൈദ് അമേരിക്കൻ വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ്. ഈ ഖത്തറിൽ ഇത്ര വലിയൊരു താവളം അമേരിക്കയുടെ ഉണ്ടെങ്കിൽ ആ താവളത്തെയാണ് ഇറാൻ ആക്രമിക്കുന്നത്. അങ്ങനെ ആക്രമിക്കുമ്പോൾ കുവൈറ്റ്, പ്രധാന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ കുവൈറ്റിലുണ്ട്. കടൽ ഗതാഗതത്തിന്റെ നിർണായക കേന്ദ്രമായ ഒമാൻ, ജോർദാൻ അമേരിക്കൻ സഖ്യസേനയുടെ സാന്നിധ്യം. അപ്പം ഇത്രയും ബഹ്റിൻ, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ജോർദാൻ എന്നീ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ആണ് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ താവളങ്ങളിലേക്കാണ് ഇറാൻ ആക്രമിക്കുന്നത്. അമേരിക്കയുടെ ഈ താവളങ്ങൾ നശിപ്പിക്കുകയും അങ്ങനെയുള്ള മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും വലിയ വൻ ആയുധങ്ങളും ഒക്കെ ഇവിടേക്ക് വിന്യസിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അതിനോടുള്ള പ്രതികാരം എന്നോണമാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത്.
ഇറാൻ്റെ താവളങ്ങളും ഇറാൻ്റെ ഇതൊക്കെ അമേരിക്ക ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയും അമേരിക്കയ്ക്ക് ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ സ്വാധീനം ഇറാന് കൂടുതലുള്ളത് കൊണ്ട്, എന്ന് വെച്ചാൽ ഏതാണ്ട് ഇറാൻ്റെ സൈനിക താവളം ബന്ദർ അബ്ബാസ് എന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിന് അടുത്താണെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഈ ബന്ദർ അബ്ബാസും നിന്നും ഈ IRGC-യും ആർട്ടഷ് എന്ന് പറയുന്ന സൈനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇറാൻ അതിലൂടെയുള്ള ഗതാഗതത്തെ തടസ്സപ്പെടുത്തുമ്പോൾ അമേരിക്ക അവിടേക്ക് കപ്പൽ വിന്യസിക്കുകയും അമേരിക്കയുടെ ബഹ്റൈനിൽ നിന്നുള്ള സൈനികരെ അവിടേക്ക് വിടുകയും ഈ കപ്പൽ ഗതാഗതത്തിനും ഇതൊക്കെ അമേരിക്ക പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അമേരിക്കയ്ക്ക് ഇതൊരു വലിയ ഭീഷണിയായിട്ട് മാറുകയാണ്. കാര്യം ലോകം മുഴുവൻ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ ലോകത്ത് എല്ലാവർക്കും ഇതൊരു പ്രശ്നങ്ങൾ ആവുകയായിരുന്നു ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ അമേരിക്ക പറയുന്നുണ്ട് വാണിജ്യ ഗതാഗതം തടസ്സപ്പെടുത്താതെ ഞങ്ങൾ നോക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇതിനകത്ത് ഒട്ടും കൂസലില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം പോലെ അമേരിക്കയ്ക്ക് തോന്നിത്തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ അമേരിക്കയ്ക്കും ഇപ്പം അമേരിക്കയുടെ ട്രംപിനെ വധിക്കും എന്നൊക്കെ ഇറാൻ പറയുന്നുണ്ട്. പിന്നെ ഖമേനിയുടെ സംസ്കാരത്തിന് ശേഷം ഖമേനിയുടെ പുത്രൻ തന്നെ ആദ്യത്തെ സന്ദേശം തന്നെ പൊതു സന്ദേശം തന്നെ ട്രംപിനെ വധിക്കും, പ്രതികാര രാഷ്ട്രീയമാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ ഇറാൻ പറയുന്നുണ്ട്. അപ്പം പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കയ്ക്കും ഇറാനും ഒരു തരത്തിലും യോജിച്ചു പോകുന്ന രാജ്യങ്ങളല്ല. ഇവർ രണ്ടുപേരും വളരെ വൈരാഗ്യബുദ്ധി ഓരോ ദിവസം കഴിയും തോറും കൂടി വരികയാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. അപ്പം അമേരിക്ക ഇതിനൊരു പ്രതിരോധം എന്നോണം ചെയ്യുന്നത് നാവികസേനയെ അവിടേക്ക് വിന്യസിക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ ബഹ്റൈനിലെ 5th ഫ്ലീറ്റ്, അതായത് വിമാനവാഹിനി കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, ഇതൊക്കെ ഈ ഹോർമുസ് തടയിടാൻ വേണ്ടി ഹോർമുസ് മേഖലയിലേക്ക് അമേരിക്ക എത്തിക്കുന്നുണ്ട്. പ്രധാന ലക്ഷ്യം ഈ എണ്ണക്കപ്പലുകൾക്ക് സുരക്ഷ നൽകുക എന്നും ഈ സുരക്ഷിതമായി കപ്പൽ ഗതാഗതം അതുവഴി കടന്നു പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതുമാണ് ഈ അമേരിക്കയുടെ ലക്ഷ്യം. രണ്ടാമത്തേത്, ഈ എണ്ണക്കപ്പലുകളും ചരക്ക് കപ്പലുകളെയും അമേരിക്ക യുദ്ധക്കപ്പലുകൾ അനുഗമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയും ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഇറാന് കുറച്ചുകൂടെ കൂടുതൽ സ്വാധീനവുമുണ്ട്. ഇറാൻ്റെ സൈനിക താവളം അടുത്തായതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ആയുധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് പ്രതിരോധിക്കാൻ വളരെ ഈസിയാണ് താനും. പിന്നെ ഇറാൻ്റെ സൈനിക ശേഷിക്കെതിരെ അമേരിക്ക ആക്രമണം നടത്തുന്നുണ്ട്. ഇറാൻ്റെ തീരപ്രദേശങ്ങളിൽ നിന്നും മിസൈലുകളോ ഡ്രോണുകളോ ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഉപയോഗിച്ച് കപ്പലുകളെ ആക്രമിക്കുന്നതിനനുസരിച്ച് തന്നെ അമേരിക്കൻ വ്യോമാക്രമണവും തിരിച്ചു നടത്താൻ സാധ്യതയുണ്ട്. അപ്പം നിലവിൽ വളരെ വലിയൊരു സംഘർഷമാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ളത്. പക്ഷേ ഈ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുന്നതോടെ ലോകരാജ്യങ്ങളും വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണെന്ന് തന്നെ വേണം പറയാൻ. കാരണം നമുക്ക് ഈ ഹോർമുസ് കടലിടുക്കെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിപ്പം ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിട്ട് തന്നെ വന്നിരിക്കുകയാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയും നമ്മുടെ സാധാരണ ജനങ്ങളുടെ പോലും ദൈനംദിന ജീവിതം തകരാറിലാകുന്ന തരത്തിൽ ഈ ഹോർമുസ് കടലിടുക്കും ഈ അമേരിക്ക ഇറാൻ യുദ്ധവും മാറുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.